ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് പരാതി. പോലീസിനെ സമീപിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു. കിഴക്കഞ്ചേരി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ സാമൂഹിക വിരുദ്ധർ ഫ്ലക്സ് നശിപ്പിക്കുന്നതായിട്ട് കണ്ടു. പ്രവർത്തകരുടെ കയ്യിൽ മിച്ചം വെച്ച് കിട്ടുന്ന തുകയിൽ നിന്ന് സ്ഥാപിച്ച നിങ്ങൾക്ക് എൻ്റെ പുറകിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ സാധനം ഇത് നശിപ്പിച്ചത് സാമൂഹിക വിരുദ്ധരാണ്. ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനം ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഈ സാമൂഹിക വിരുദ്ധരെ പൊതുജനത്തിന് മുൻപിൽ, നിയമനത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ശ്യാംകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്യാം, നേരത്തെയും സമാനമായ പരാതി ഉയർന്നിരുന്നു രമ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നും. ഇപ്പോൾ ഈ പുതിയ പോസ്റ്ററുകൾ ഇത് നശിപ്പിച്ചത് എവിടെയാണ്, എന്താണ് അവരുടെ പരാതി? അതിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? പ്രജിൻ, തരൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലാണ് UDF സ്ഥാനാർത്ഥി കൂടിയായ രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ആദ്യമായല്ല രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഫ്ലെക്സ് തീവച്ച് നശിപ്പിക്കുകയായിരുന്നു. ഇന്ന് ആ ഫ്ലെക്സുകളിൽ ബ്ലേഡ് കൊണ്ട് കീറുകയും ചവിട്ടി കീറുകയും ചെയ്ത നിലയിലാണ് ഉള്ളത്. ഇതിനു പുറമെ മതിലുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകളുടെ മുകളിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ ചിഹ്നങ്ങളും പോസ്റ്ററുകളും കൊണ്ട് ഒട്ടിച്ച് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തനിക്ക് നേരെ ഉണ്ടാകുമ്പോഴും നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് രമ്യ ഹരിദാസിന്റെ പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ UDF സ്ഥാനാർത്ഥി തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ തങ്ങൾക്കും പ്രതിഷേധിക്കേണ്ടി വരുമെന്നാണ് ഇന്ന് UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആലത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ സാമഗ്രികളും പോസ്റ്ററുകളും നശിപ്പിക്കപ്പെടുന്നത് ഒരു പതിവായി മാറിയിട്ടുണ്ട്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.